നീല എവിടെ? അവൾ നേരത്തെ എഴുന്നേറ്റു. ഇന്നലെ എപ്പോഴാണോ എന്തോ വന്ന് കിടന്നത്. ഈ പെണ്ണിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഋതു എന്താ ഇവിടെ? ഋതു ഋതു ഓ, ഈ കുരുപ്പ് മനുഷ്യരുടെ ഉള്ള ജീവൻ അങ്ങ് പോയി. എന്തോ തുടങ്ങി നിനക്ക്? പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടതാ. അപ്പൊ തന്നെ അനിയമ്മ ഒന്ന് വിളിച്ചു. അതല്ലേ എന്താ? ആ, നന്നായി. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നേ? ശരിയാണല്ലോ, ഞാനെന്താ ഇവിടെ? ആ, ബെസ്റ്റ്. എടി, നിന്നെയും കോക്കി ഒന്നിച്ചൊരു റൂമിലാക്കിയതല്ലേ, പിന്നെ നീ മാത്രം എന്താ ഇവിടെ? അത് കുക്കി. അയ്യോ ചേട്ടൻ. എന്തടി നിനക്ക്? രാവിലെ തന്നെ ആരെയും തലക്കടിച്ച് ഇവിടെ ഇട്ടിരുന്നയാണോ നിന്നെ? ഒന്നുമില്ല, ഞാൻ തരാം. ഓ ഋതു, ഇവള് കുക്കി കുക്കി എണീക്ക്, സമയം കുറേ ആയി. അടങ്ങാര്യ, കുറച്ചുകൂടെ കിടക്കട്ടെ ഞാൻ. ഓക്കെ, കിടന്നോ. പിന്നെ അവരാരെങ്കിലും കയറി വന്ന് എന്തെങ്കിലും കണ്ട എന്നെ ഒന്നും പറയില്ല. അയ്യോ, ടൈം എത്രയായി? ടൈം ഒരു 8 മണിയായി കാണുമായിരിക്കും. അല്ലെന്തേ, മോക്ക് കിടക്കണ്ടേ? വേണേ ഇന്നലത്തെ ബാക്കി ഒന്നുകൂടെ നമുക്ക്. അശ്ശി, ഒന്ന് പോയേ. എന്താ ശേ, ഇന്നലെ ഇതൊന്നും അല്ലായിരുന്നല്ലോ. അത് പിന്നെ ഇന്നലെ അതൊക്കെ കഴിഞ്ഞ്. ഇപ്പം നീ ഇവിടുന്ന് പോവാൻ നോക്ക്, ആരെങ്കിലും വരുന്നതിന് മുമ്പേ. അല്ല ഋതു, ഇന്നലെ അവളെവിടെ ആയിരുന്നു? ഓ, അത് ശരിയാണല്ലേ, അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഇന്നലെ ഹോളിൽ ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പം അവൾ ഇന്നലെ ഹോളിലാണോ കിടന്നത്? ആ, എനിക്കറിയില്ല. കുക്കി കുക്കി, വാതിലേ. അയ്യോ, നീ ഋതു, ഇനിയിപ്പോൾ എന്താ ചെയ്യാനെന്താ, പോയി വാതിലുറക്കണം. വാതിലുറക്കാനല്ലേ അവള് കിടന്ന് വിളിക്കുന്നേ. എടാ കടുവേ, അപ്പം അവരറിയില്ലേ നമ്മൾ ഇന്നലെ ഒന്നിച്ചാ കിടന്നേന്ന്? അതിനെന്താ, അറിയട്ടെ, ഞാൻ തുറക്കാൻ പോവാം. അതെ, ഈ ഡ്രസ്സൊന്നും എടുത്തിട്ടിരുന്നെങ്കിൽ എനിക്ക് ആ വാതിലൊന്ന് ഓപ്പൺ ചെയ്യായിരുന്നു. ഇഡിയറ്റ്. ചേട്ടൻ ചേട്ടനെന്താ ഇവിടെ? ആര്യ, നീ ഇവിടാണോ കിടന്നത്? എന്താ ഇവിടെ ഒരു കൂട്ടം? ദേവി, എന്റെ കൂക്കി അവിടെ ജീവനോട് ഉണ്ടോ എന്തോ. ഇങ്ങേരുടെ കൂടല്ലേ കിടന്ന്. എന്ത് ആര്യ, ശരിക്കും? ആ, ശരിക്കും. അങ്ങനെ കഴിവുള്ളവർ പലതും ചെയ്യും. നിങ്ങൾ അവിടെ ശരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് പോകാൻ മനുഷ്യ. എന്തോന്ന് വർത്തമാനം ആനിയമ്മേ? ഓ എൻ്റെ ചായ, ഇനി ഇങ്ങോട്ട് വാ. ഒരു നിലയിൽ കൂടെ കാണാനുണ്ട്, അതിനെയും കൂടെ ഇനി കണ്ടുപിടിക്കട്ടെ. മിക്കവാറും അത് കാർത്തികയുടെ റൂമിൽ കാണും. ആ, ഞാൻ അപ്പോഴേ ഊഹിച്ചു. വേണ്ട, കിടക്കുന്നു അടുത്ത 2 എണ്ണം. രണ്ടു കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ സോ ക്യൂട്ട്. അയ്യടി, മുട്ടയൊന്നും വിരിഞ്ഞില്ല. സോ ക്യൂട്ട് പോലും. അങ്ങോട്ട് മാറിയില്ലേ? ഈ ചേട്ടന്മാരുടെ ഒന്ന് കണ്ടു പഠിക്കണ്ട കേട്ടോ. ആരും ചിരിക്കണ്ട, എൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ വന്നത്, അല്ലാതെ ഹണിമൂണിനൊന്നും അല്ല. അത് ആനിയമ്മ അങ്ങനൊന്നും. ആ, മതി മതി, ഇനി ഇതുങ്ങളെ പിടിച്ച് എണീപ്പിക്കട്ടെ. നില നില കുക്കി, നിങ്ങളും ഡോറ് തുറന്നിട്ടാൽ മതിയായിരുന്നു. അപ്പൊ നിങ്ങൾ കിടക്കുന്നേ കാണായിരുന്നല്ലോ. സോ ക്യൂട്ടായിരുന്നേ.
ഞങ്ങൾക്ക് ഇത്ര ക്യൂട്ട്നെസ് ഇല്ലായിരുന്നു, അതങ്ങ് ഡോറടച്ച്. ഹായ് അനിയമ്മ, ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ് ഡാ. എണീക്ക്, നമുക്ക് വീട്ടിൽ പോണ്ടേ. എങ്കിലേ ആ കാർത്തിയും വിളിച്ച് എണീപ്പിച്ചിട്ട് രണ്ടും കൂടെ താഴേക്ക് വാ, ഞങ്ങൾ അവിടെ കാണാം. അയ്യോ കാർത്തി, അനിയമ്മ ഞാൻ ഇന്നലെ പോയില്ല. അതെ അനിയമ്മ. മതി മതി, കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടണ്ട, മക്കൾ താഴേക്ക് വന്നാൽ മതി. നിലേച്ചി ക്യൂട്ടായിരുന്നു കേട്ടോ. ഓ എൻ്റെ ഋതു, നീ ഇങ്ങനെ വന്നേ. ഓ എൻ്റെ ദൈവമേ. കാർത്തി വിളിക്കണ്ട, ഞാൻ ഉണർന്ന് കിടക്കുക. അവരെയൊന്നും ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് കണ്ണ് തുറന്നില്ലെന്നേ ഉള്ളൂ. ഓഹോ, കണ്ണങ്ങ് സ്കൂട്ടായില്ലേ. എന്തായാലും താഴേക്കല്ലേ ഇറങ്ങുന്നത്. താഴേക്ക് പോകുന്നത് നിൽക്കട്ടെ, ഇടയ്ക്കെന്തോ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ രാത്രി, ഈ അമൂൽ ബേബിയെ എങ്ങനെ ഞാൻ റെഡിയാക്കി എടുക്കുമെന്ന്. എന്താ ഞാൻ അമൂൽ ബേബി ആയിട്ടാണോ നിനക്ക് തോന്നുന്നത്? അത് കാർത്തി, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അത് ഞാൻ കേട്ടു, പക്ഷേ മൈൻഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ അതെനിക്ക് മാറ്റിത്തരാൻ പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷൻ ശരിയല്ലായിരുന്നു. പക്ഷെ വേണേ ഇപ്പം ഞാൻ അത് മാറ്റിത്തരാം. ഓഹോ, എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, എന്നിട്ടൊന്നും അറിയാത്ത മിണ്ടാപ്പൂച്ച പോലെ അങ്ങ് ഇരിക്കുക. എന്തായാലും നിനക്കൊരു സംശയം തോന്നിയ സ്ഥിതിക്ക് അതൊന്നും മാറ്റിത്തരണ്ടേ? കാർത്തി, അമ്മ, കൂക്കി എവിടെ? അവളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവള് ഋതുവിനെ കാണാൻ പോയേക്ക് അപ്പുറത്തോട്ട്. എന്താടാ? ഈയിടെയായിട്ട് അവൾക്ക് ഋതുവിനെ കാണാൻ പൊക്കിച്ചിട്ട് കൂടുന്നുണ്ട്. ഞാനും ഒന്ന് അപ്പുറത്തോട്ട് വിട്ട് വരാവേ. ഈ ചെറുക്കനിതെന്താ? നീ പോടാ. നീ ഇവിടെ താമസം തുടങ്ങിയോ? അത് ഞാൻ ഇവളോട് പറയുന്നുണ്ട് ചേട്ടാ, പക്ഷെ അവളങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എടാ ഞാൻ അവളുടെ ചേട്ടനാണെന്ന് നീ ഓർക്കണം, നീ ഇടയ്ക്കിടയ്ക്ക് അത് മറക്കുന്നുണ്ട്. കാർത്തി ചേട്ടാ, എനിക്കത് തന്നിട്ട് പോ. പണ്ട് നീ ഇങ്ങനൊന്നും അല്ലായിരുന്നു, എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്തു തരുന്നതാ. ഇപ്പൊ ഈ ആര്യ ചേട്ടന്റെ കൂടെ കൂടി നീ നശിച്ച്. മാക്കാനോ? ചേട്ടാ ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നു കയറിയുള്ള കാർത്തി. ഇപ്പൊ രണ്ടും ഉണ്ടല്ലോ ഇവിടെ. നിങ്ങളെ രണ്ടിനെയും ഒരു ഫ്രെയിമിൽ കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ. ഇനി പറ, അന്ന് എന്തിനാ എല്ലാ കാര്യങ്ങളും ഋതുവിനോട് മാത്രമായിട്ട് പറഞ്ഞത്? എന്നോട് പോലും ഒന്നും ആലോചിക്കാതെ പോയെല്ലാം പറഞ്ഞല്ലേ. അത് പിന്നെ ആര്യ, അന്ന് കുക്കിക്ക് റെക്കോർഡ് കൊടുക്കാൻ കോളേജിൽ പോയപ്പോൾ ഋതുവിൻ്റെ കയ്യിലാണ് ഞാൻ ഏൽപ്പിച്ചത്. അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് എന്നെ കണ്ടിട്ട് അഡ്വക്കേറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയെല്ലാം ഇവൾ അറിഞ്ഞു. അപ്പം പിന്നെ എല്ലാം അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അതാ. അതെ അതെ, എനിക്ക് ഇച്ചിരി ബുദ്ധി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെക്കാളും മുന്നേ എല്ലാം കണ്ടുപിടിച്ചു. അയ്യടാ, അല്ലാതില്ല കൊച്ചു വന്ന് പറഞ്ഞിട്ട് മനസ്സിലായതല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, മകന്റെ വായിന്ന് തന്നെ ഞാനെല്ലാം കേട്ടേ. അത് എന്റെ മിടുക്ക്. ഞാൻ ഇത് കേൾക്കണം. അരിനോട് പോലും ഒന്നും പറയാതെ നേരെ വന്ന് എല്ലാം നിന്റെ അടുത്ത് പറഞ്ഞ് എന്നോട് നീ ഇത് തന്നെ പറയണം. എനിക്ക് എന്തിന്റെ കേടായിരുന്നോ എന്തോ. വല്ല പൊട്ടക്കഥയും പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചാ മതിയായിരുന്നു. അയ്യ, അങ്ങനെ വല്ല പൊട്ടക്കഥയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനേ ഇത് ആദിത്യനല്ല, ഋതികയാ. ഓ ശരി മാഡം. നമുക്ക് പിന്നെ അഡ്വക്കേറ്റ് ഒന്നും ആവണ്ട ഈ ബുദ്ധി കിട്ടാൻ, ജന്മനാ ഉള്ളതാ. ചിലരിവിടെ അഡ്വക്കേറ്റ് ആണെന്നും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവളങ്ങ് ആരണ്ടാന്ന് അവളുടെ ഭാവം. അയ്യ, വേറൊന്നും ഇല്ലെങ്കിൽ കൊള്ളാം. ഇനി ഇവിടെ നിൽക്കുന്ന ശരിയല്ല.
നൈസായിട്ട് സ്കൂട്ടാവും. ചെല്ല് ചെല്ല്. എന്നാ ഞാൻ വീട്ടിലോട്ട് പോവാ. അതുങ്ങളുടെ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് വിട്ടാൽ മതി. എവിടെ പോന്ന്? അവിടെ നിൽക്കും. ആര്യ, ഹാളാണ്, ഋതുവും ചേട്ടനൊക്കെ ഉണ്ട്, കളിക്കല്ലേ. ഓ, അതിനെന്താ, അവർക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. വീട്ടിൽ ഞാൻ പോട്ടെ. അടങ്ങി നിൽക്കു കൊച്ചേ. ആര്യ, ഞാൻ നിന്നാ മതിയോടാ? അയ്യോ ചേട്ടാ, ഞാൻ പോന്നു, വിട്. സമ്മതിക്കൂല. നിങ്ങളുടെ വഴക്കൊക്കെ കഴിഞ്ഞോ? ഞങ്ങളുടെ വഴക്കൊന്ന് കഴിഞ്ഞതി നിനക്ക് എന്തൊരു വിഷമം. അങ്ങനെ ചോദിച്ചല്ല ചേട്ടാ. അളിയൻ എന്നാ പോയി കിടക്ക്. ബാക്കിയൊക്കെ അളിയനായിട്ട് മതിയേ. ഇപ്പൊ തൽക്കാലം വേണ്ട. ഞാൻ ഇറങ്ങുക. കുക്കി, അടുത്ത പീരീഡ് ജേക്കബ് സാറിൻ്റെ ക്ലാസ്സാണ്. അങ്ങേരിന്ന് ലീവാണ്. അപ്പം ഇന്ന് ഇറങ്ങല്ലേ? അയ്യവാ, പിന്നല്ലാതെ 2 മണിക്കൂർ എങ്ങനെ പിടിച്ചിരുന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഉറങ്ങി ചത്ത്. നിൻ്റെ ആളിപ്പോഴും ബുക്കും കൊണ്ടിരിപ്പുണ്ട്. അതിനിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. പോയേ അതോ നന്നാവട്ടെ. നമ്മളും ഇങ്ങനായി. അത് പറഞ്ഞപ്പോഴാ ആര്യനെവിടെ? കഴിഞ്ഞ ക്ലാസ്സെല്ലാം കണ്ടില്ലല്ലോ. ആവോ, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടാവും. അതിനൊരു മാറ്റവും ഇല്ലല്ലോ. അത് പിന്നെ കയറിയാലെന്ത് കയറിയില്ലെങ്കിലെന്ത്, മാർക്ക് വരുമ്പോൾ ഫുള്ളല്ലേ. അത് നീ പറഞ്ഞത് ശരിയാ. എനിക്ക് തോന്നുന്നു അവൻ്റെ അച്ഛൻ്റെ കണക്ക് തന്നെയാണ് അവനെന്ന്. ഇങ്ങനെ അലമ്പും കാണിച്ചു നടന്നിട്ട് എന്തൊരു ബുദ്ധിയാ. അച്ഛൻ്റെ ബുദ്ധി അതുപോലെ കിട്ടിയതായിരിക്കും. അല്ലാതെ ഇവനൊന്നും വർക്ക് ചെയ്യുന്ന ഞാൻ കാണുന്നില്ലല്ലോ. എന്തായാലും നമുക്കിറങ്ങാം. രണ്ടും കൂടെ ക്ലാസ്സിൽ കയറാതെ ഇവിടെ എന്തോ പണി? അതോ, നിന്റെ അച്ഛന് പുതിയ വല്ല പെമ്പിള്ളാരെ കിട്ടുമോ നോക്കാൻ ഇറങ്ങിയതാ. എന്തേ? എടാ നീ എനിക്കിട്ട് താങ്ങാതെ. ജസ്റ്റ് ഫോർ ഫണ്ണേ. മതി, കൂടുതൽ ഇനി ഇവിടെ കിടന്ന് കറങ്ങണ്ട. വാരണ്ടും അരുവിയൊക്കെ എവിടെ? അതിനെയൊന്നും കണ്ടില്ലല്ലോ. അതിന് വല്ലപ്പോഴും ക്ലാസ്സിൽ കയറണം, എങ്കിലേ കാണാൻ പറ്റൂ. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ലല്ലോ രണ്ടെണ്ണത്തിനെ. ഇന്നൊരു മൂഡില്ലായിരുന്നു കയറാൻ. അതിന് നിനക്ക് എന്നാ മൂഡ് വരുന്നേ? എടാ ആര്യ, നിനക്കൊന്ന് നന്നായിക്കൂടെ? ഒന്നുമില്ലെങ്കിലും നിനക്കിപ്പോൾ നോക്കിയിരിക്കാനൊക്കെ ക്ലാസ്സിൽ ഒരാളുണ്ടല്ലോ. നല്ല ആളായി പറയുന്നത്. ആനിമ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതാ കാർത്തി ഞാൻ ആലോചിക്കുന്നത്, ഇതാരും ഉപദേശിക്കുന്നേന്ന്. അത് പിന്നെ എനിക്ക് ഉപദേശിക്കാനല്ലേ അറിയൂ. അതുകൊണ്ട് തന്നെയല്ലേ ചായ. ഇനിയിപ്പോൾ കയറിയ എന്ത്, കയറിയില്ലല്ലോ എന്ത്, ഓൾറെഡി തലയിലാവണ്ടൊക്കെ ആയില്ലേ. എന്തോ എങ്ങനെ? ഒന്നുമില്ലടാ, ജസ്റ്റ് ഫോർ ഫണ്ണേ. ഇനി ഇങ്ങനെ വായേ, നിന്റെ ഫണ്ണ് ഞാൻ ശരിയാക്കി തരാം. ഈ സ്വഭാവം വെച്ച് ഇത് രണ്ടും എങ്ങനെ മുന്നോട്ട് പോവോ എന്തോ. ഇപ്പോൾ പോന്ന കണ്ടില്ലേ, നമ്മൾ പോന്ന കണ്ടില്ലേ, അങ്ങനെ തന്നെ അങ്ങ് പൊക്കോളും. വാ, ഇപ്പം നമുക്ക് ക്ലാസ്സിൽ പോവാം. കുക്കി, കാർത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിന്ന് അവൻ്റെ കൂടെ പോവാ. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ചെല്ല്. കുറേ നാൾക്ക് ശേഷം കിട്ടിയ അവസരമല്ലേ, ഞാനായിട്ട് ഇനി എതിരേക്കുന്നില്ല. എന്നാ ഒരു ടൈമിങ്ങാ, പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ആളെത്തിയല്ലോ. രണ്ടുപേരും ഉണ്ടല്ലോ. എൻ്റെ ഒരാൾ മാത്രം മതിയായിരുന്നു. എന്താ കുക്കി നീ അങ്ങനെ പറയുന്നേ? കുറേ നാൾക്ക് ശേഷമല്ലേ കാണുന്നേ. അപ്പം രണ്ടുപേരെയും കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളു. എടാ കുക്കി, നീ ആദിച്ചേട്ടനെ വിളിക്ക്, ചേട്ടൻ വരുമല്ലോ. അത് ഞാൻ എന്തേലും ചെയ്തോളാം, നിങ്ങൾ പോവാൻ നോക്ക്. അപ്പം ശരി കുക്കി. ഓക്കെ, ബൈ ഗൈസ്.
ഞാനിപ്പോൾ എന്നാ ചെയ്യാം? ആദ്യ ചേട്ടനെ വിളിച്ചു നോക്കാം. ഹലോ ചേട്ടാ. ഹലോ, ആ പറ കുക്കി. ചേട്ടനിപ്പോൾ എവിടാ? എൻ്റെ വർക്ക് കഴിഞ്ഞു, എന്നെ പിക്ക് ചെയ്യാൻ വരുമോ? അത് മോളെ, ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അതിന്റെ പുറകിലാണ്. ഒരു അരമണിക്കൂർ കൂടെ എടുക്കും. കോർട്ടിൽ നിൽക്കുക. ഓ ആണോ? എന്നാൽ ഓക്കെ ചേട്ടാ, കാര്യം ഞാൻ പൊക്കോളാം. ആ എന്നാ പിന്നെ ശരി, നീ ചെല്ല്. ഞാൻ വരുമ്പോ ചിലപ്പോ വൈകിയാലോ. ആ വന്നോ? എന്തെങ്കിലും കഴിച്ചിട്ട് മേലോട്ട് കയറിപ്പോ, ഇല്ലെങ്കിൽ നീ ഇപ്പോഴെങ്ങും താഴോട്ട് ഇറങ്ങത്തില്ല. എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ, ഞാനൊന്ന് കിടക്കട്ടെ. ഓ ഈ പെണ്ണ്. അല്ല, ഇന്നെന്താ ലേറ്റ് ആയത്? ഇന്നവിടെ നിന്ന് ഇറങ്ങിയതേ കുറച്ച് ലേറ്റായിട്ടാ. നീ എപ്പോൾ എത്തി കോളേജിൽ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ എങ്ങനെ വന്നേ? ഞാനൊരു ഊബർ വിളിച്ചിങ്ങി വന്നു. അതെന്തേ ആദ്യേട്ടനെ വിളിച്ചുകൂടായിരുന്നോ? ചേട്ടനെ ഞാൻ വിളിച്ചായിരുന്നു, അപ്പം ചേട്ടൻ കോർട്ടിലേക്കാ. പിന്നെ ഞാൻ കരുതി ഇങ്ങി പോരാന്ന്. ഓ ആണോ? ഞാൻ എന്നാ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ, നീ ഇവിടെ ഇരിക്കേ, ഇപ്പം വരാം. ഓക്കെ. കുക്കി എന്തായാലും ടൈം എടുക്കും, അപ്പൊ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ. എന്റെ നേരെ ഓപ്പോസിറ്റ് റൂം. പേടിച്ചു പോയല്ലോ. ഇതെത്ര പേടിക്കണ്ട. എന്റെ റൂമില് നിന്നെ വന്ന് ഹഗ് ചെയ്യണേ അത് ഞാനല്ലേ ഉള്ളൂ. അങ്ങോട്ട് മാറി നിന്നെ. കേസിന്റെ കാര്യമൊക്കെ എന്തായി? കേസിന്റെ കാര്യം എന്താവാൻ? അഡ്വക്കേറ്റ് ആദ്യത്തെ വാദിക്കുന്ന ഒരു കേസ് തോൽക്കില്ലല്ലോ. ശരി ശരി. അഡ്വക്കേറ്റ് മാക്കാണേ. ദീ മോക്കാ നിന്റെ അഡ്വക്കേറ്റ്. ആദി മോനെ. അയ്യോ ആന്റി, ഞാൻ പോവാ. വന്നോ? കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി നീ വീട്ടിൽ പോയെന്ന്. അല്ല, ഞാൻ ചുമ്മാ താഴെ വരെ പോയതാ. അതിന് നീ എന്തിനീ പരുങ്ങുന്ന? എന്തെങ്കിലും കള്ളത്തരം ഒപ്പിച്ചോ? ഞാനോ? ഞാനെന്തൊപ്പിക്കാൻ? നീ വന്നേ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഇതെന്താ ഫോൺ എടുക്കാത്തേ? എങ്ങനെ ഇപ്പം അറിയാ? നീ കിടന്നില്ലായിരുന്നോ? ഇല്ല, കിടക്കാൻ പോവാ. എന്താ ചേട്ടാ? അത് പിന്നെ ഋതുവിന്റെ എന്തെങ്കിലും കാര്യം നിനക്കറിയാലോ. അപ്പോ നാളെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്താലോ എന്ന് വിചാരിക്കുക. ആഹാ, അവിടെ വരെയൊക്കെയായോ കാര്യങ്ങള്? ഇനിയും വെച്ച് താമസിപ്പിക്കണ്ടെന്ന് തോന്നി. നന്നായി. എൻ്റെ ചേട്ടന് നല്ല പ്രായമായി വരുക. അത് ഞാൻ ഇടയ്ക്ക് പറയണമെന്ന് കരുതിയതാ. ഇപ്പം ചേട്ടനായിട്ട് തന്നെ തോന്നിയല്ലോ. എടി ഒരവസരം കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കിട്ടങ്ങ് കൊളുത്താതെ. നീ നാളെ ഋതുവിനെ വിളിച്ചോണ്ട് വണ്ടർ പാർക്കിലോട്ട് വരണം. ബാക്കി അവിടുത്തെ കാര്യമൊക്കെ ഞാനും കാർത്തിയും കൂടെ സെറ്റ് ആയിക്കോളാം. ആഹാ, എല്ലാം ഉണ്ടല്ലോ. അവളെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ശരി, അത്രേ ഉള്ളൂ. നീ ഇനി കിടന്നു. ഋതു നമുക്കൊരിടം വരെ പോണം. നീ എൻ്റെ കൂടെ വാ. എവിടെയാ കുക്കി? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വരുന്നുണ്ട് വണ്ടർ പാർക്കിൽ. അപ്പോൾ നീയും എൻ്റെ കൂടെ ഒന്ന് വാ. ആണോ? ഓക്കെ, ഞാൻ വരാം. ഞാൻ റെഡി ആവട്ടെ. ഓക്കെ, നീ നല്ല ടൈം എടുത്ത് നല്ലപോലെ ഒരുങ്ങി വന്നാൽ മതി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവക്കിതെന്താ പറ്റി? കുക്കി, പറയാതിരിക്കാൻ വയ്യ. നിന്റെ ഫ്രണ്ടിന് തീരെ ടൈമിംഗ് ഇല്ല. നമ്മൾ എത്ര നേരം ഇവിടെ വന്നിരിക്കുന്നു. എന്തി? ഓ, അത് തന്നെ ഋതു ഞാനും ആലോചിക്കുന്നത്. ഇവരിത് എവിടെ പോയി കിടക്കുക? ഇവരോ? അപ്പോ രണ്ടുപേരുണ്ടോ? ഇല്ല, ഒരാളുടെ കാര്യ പറഞ്ഞ. ഋതു ആദ്യമായിട്ട് കുക്കി, ഇതാണോ നിന്റെ ഫ്രണ്ട്?
അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീ ഇവിടെ ശ്രദ്ധിക്ക. അതന്നെ ചേട്ടാ, ടൈം ഒട്ടും കളയണ്ട, പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്ക്. അപ്പോ പൂച്ചക്കുഞ്ഞെ, എനിക്ക് അത്യാവശ്യം പ്രായമായെന്നാണ് ഇവളൊക്കെ പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാലും ഞാൻ കെട്ടിയാലേ ഇവക്ക് കെട്ടാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എന്നെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നു. അപ്പൊ പിന്നെ ഞാനൊന്ന് വിചാരിച്ചു, ഇനി വൈകിക്കണ്ടല്ലോ എന്ന്. അപ്പൊ എങ്ങനാ, കെട്ടല്ലേ? എന്റെ ഈ മാക്കാനെ സഹിക്കാൻ നിനക്കൊല്ല ബുദ്ധിമുട്ടുണ്ടോ? പോ ആദ്യേട്ടാ. ലവ് യു. ലവ് യു ടു. മതി മതി, ഇനി വീട്ടിലൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഉടനെ രണ്ടിനെ പിടിച്ചങ്ങ് കെട്ടിച്ചേക്കാം. അത് തന്നെ. അല്ല, കുക്കിയുടെ ഫേസിൽ എന്താ ഒരു സങ്കടം പോലെ? ഏയ് സങ്കടമോ? അങ്ങനെയൊന്നുമില്ല അച്ചായ. അല്ല, ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, നീ നല്ല മൂഡ് ഓഫാ. എന്താ കാര്യം? ഇത് ഇത്ര ചോദിക്കാൻ എന്ത്? നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ലേ? കുക്കിക്ക് ആര്യനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും. ഈ കൂട്ടത്തിൽ അവൻ്റെ കുറവല്ലേ ഉള്ളൂ. അങ്ങനെ നായകനില്ലാതെ ഈ സ്റ്റോറി അവസാനിക്കില്ലല്ലോ. എവിടെ നമ്മുടെ കഥാനായകൻ? ഓ, ഇവൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുക്കണമായിരുന്നോ? ഞാനും അവൻ്റെ ഒരു പകർപ്പായിരുന്നു. എന്നിട്ട് എനിക്കാരും ഇങ്ങനെ ഒരു എൻട്രി ഒന്നില്ല. വെളിയിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. അതിന് നിനക്കല്ലല്ലോ, എനിക്കല്ലേ ഫാൻസ് കൂടുതൽ എന്നാര് പറഞ്ഞു? അല്ലെങ്കിൽ അവർ പറയട്ടെ. നിങ്ങൾ പറ, എനിക്കല്ലേ ഫാൻസ്? നിങ്ങൾക്ക് ആർക്കും അല്ല. ഫൈറ്റ് സീൻ കഴിഞ്ഞപ്പോഴേക്കും എനിക്കായി ഫാൻസ്. ഫാൻസിനെ കൊണ്ട് നടക്കാൻ വയ്യായിരുന്നു. ഫാൻസ് മാത്രമോ, ക്രഷായെന്നൊക്കെ പറഞ്ഞല്ലേ പിള്ളേര് വന്നത്. എന്നെ കൊണ്ട് ഞാൻ തോറ്റി. പ്രപ്പോസ് ചെയ്ത ദിവസം തന്നെ അടിച്ചു പിരിയുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനൊന്നും പറയാതെ നീ. ഇതൊക്കെ ഫണ്ണല്ലേ ഋതുമോളെ? നിങ്ങളുടെ ഫണ്ണൊക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ സബാഷ്. ഇനി നിങ്ങളെല്ലാം ഒന്നും മിണ്ടായിരുന്നേ. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. ഷോ, ഇങ്ങനെ നോക്കല്ലേ ഉണ്ടക്കണ്ണി. ആ ഉണ്ടക്കണ്ണി ഇപ്പം താഴെ വീഴും. കടുവ, എൻ്റെ വായി ഇരിക്കുന്നല്ലോ കേൾക്കും, മിണ്ടാതെ പൊക്കോ. ഷോ, എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നപ്പം പൊക്കോളാനോ? അതെങ്ങനെ ശരിയാവുന്നേ? അപ്പോൾ എനിക്ക് കാണണ്ട. എത്ര ദിവസമായി വിളിച്ചിട്ട്. ഞാൻ എന്തോരം ടെൻഷനായിന്നറിയോ? ഉണ്ടക്കണ്ണി ടെൻഷൻ ആവാതിരിക്കാനല്ലേ ഞാൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത്, ഞാൻ പിന്നെ വിളിക്കാമെന്ന്. എന്നിട്ട് താൻ എന്നെ പിന്നെ വിളിച്ചോ? കുട്ടാ, സർപ്രൈസ് തരണ്ടായിരുന്നോ എനിക്ക്? നീ ഞെട്ടണ്ടേ? ഇപ്പൊ നീ ഞെട്ടിയില്ലേ? കുക്കി വേദനിക്കുന്നു. കുക്കി മതി, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഇപ്പൊ ശരിക്കും ഞെട്ടി. എടാ മഹാഭാവികളെ, നിന്ന് ചിരിക്കാതെ മുയിലും കുഞ്ഞിനെ പിടിച്ച് മാറ്റടാ. വിട്, ഇനി മേലെ അവൻ സർപ്രൈസും കൊണ്ട് വരരുത്. എൻ്റെ പൊന്നു കുക്കി, ഇനി ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ ഇവിടെ തന്നെ കാണും. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സർപ്രൈസ്. ഇതിന് നീ ഞെട്ടിയോ? I miss you so much. ഒന്ന് തണുത്തല്ലോ. അപ്പം ഓക്കെ അല്ലേ? ഇനിയൊന്നുമില്ലല്ലോ? പോടാ കടുവ.
അപ്പം എങ്ങനെയാ നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കും? തൽക്കാലം സ്റ്റോറി അവസാനിക്കാം. പക്ഷെ നമ്മുടെ ലൈഫ് അതിന് മുന്നോട്ട് കിടക്കുന്നില്ലുള്ളൂ. ഇനിയും കടികൾ ഏറ്റുവാങ്ങാൻ എൻ്റെ ജീവിതം ഇനിയും ബാക്കി. ഇപ്പം എല്ലാം സെറ്റായില്ലേ? എന്നാ വാ പെട്ടെന്ന് വീട്ടിൽ പോ. ഇപ്പം തന്നെ കല്യാണത്തെ പറ്റി സംസാരിക്കാം, വെച്ച് നീട്ടണ്ട. അയ്യടാ എന്താ ഒരു ആവേശം. നടക്കെല്ലാരും. ഈസയല്ലേ അത്? അവളെന്താ ഇവിടെ? ആര്യ, ഒരു മിനിറ്റ്, ഇപ്പം വരാമേ. ഇസ, നീ എന്താ ഇവിടെ? അത് അരുവേച്ചി, ഞാൻ ചേച്ചി കാണാൻ വന്നതാ. എന്നെ കാണാനോ? ആഹാ, എന്താ കാര്യം? അത് പിന്നെ ചേച്ചി, നമ്മുടെ കാതൽ തീർന്നില്ലേ? നമ്മുടെ സബ്ബീസ് എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. ചേച്ചി, ഞങ്ങളുടെ സ്റ്റോറി ഉടനെ വരുന്നുണ്ട്. അപ്പോൾ കാതൽ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളുടെ സ്റ്റോറിക്കും സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി എല്ലാവരോടും ഒന്ന് പറയണേ. എൻ്റെ ഇസക്കുട്ടി ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇതെല്ലാം നമ്മുടെ പിള്ളേരല്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാനാ? അപ്പം ശരിയടാ, അവരെല്ലാവരും പോയി. ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ആദിച്ചേട്ടൻ്റെ കല്യാണം സെറ്റാകാനുള്ളതാ. പിന്നെ കല്യാണത്തിന് വന്നേക്കണം കേട്ടോ, ജെയ്ഡനെയും കൂട്ടിക്കോ. അപ്പം ശരി, ബൈ ബൈ സബ്ബീസ്.